ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടില്ല വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ. അതായത് ഇന്ന് ജൂൺ 20th. അപ്പോൾ ഇന്നായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പുറത്തുനിന്നൊന്നും കേക്കൊന്നും മേടിക്കുന്നില്ല, ഉമ്മ തന്നെ കേക്ക് ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പം ബർത്ത്ഡേൻ്റെ തലേ ദിവസം കേട്ടോ. അപ്പോൾ ഉമ്മ ഇതിനായിട്ട് സ്പഞ്ചൊക്കെ റെഡിയാക്കി വെച്ചു. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡ് മാത്രം കുറച്ച് ഇതായിപ്പോയിന്, അതിൽ ആ പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മൾ ഇത് ഇന്ന് ബർത്ത്ഡേ ദിവസം, അപ്പോൾ ഇന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിൽ കഴിക്കുന്ന നമ്മളെ കസിൻസിനെയൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചില്ലി ചിക്കൻ പിന്നെ ഫ്രൈഡ് റൈസൊക്കെയാണ് ആക്കുന്നത്. പ്രശ്നം നോക്കൂ ഗൈസ്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിനോടക്ക് നമ്മൾ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ഇടയിൽ ഫുള്ള് കുട്ടിപ്പട്ടാളങ്ങളാണ് ഗൈസ്. അതുകൊണ്ട് മൊത്തത്തിൽ കുട്ടിപ്പട്ടാളായി എന്ന് പറഞ്ഞാൽ എൻ്റെ കൈൻ്റെ ഇടയിൽ നിങ്ങളൊരു കുഞ്ഞി തല കാണുന്നുണ്ടോ ഗൈസ്? നോക്കൂ, ഏതണ്ട അതിൻ്റെ ഇടക്കോട്ട ഒളിഞ്ഞു വരുന്നു, ഓനെ കാണുന്നും കൂടിയില്ല ഫ്രണ്ട്സ്. അപ്പം 2 കേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും പിടിച്ചിട്ട് മുറിച്ചാൽ ഇപ്പം എല്ലാം കോളായി പോക്കണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് മുറിച്ചിട്ട് ലാസ്റ്റ് എല്ലാവരെ കൊണ്ടും മുറിപ്പിച്ചു കേട്ടോ, ഓരോ പീസ് വീതം. എന്നിട്ട് ഇങ്ങനെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ ഇങ്ങനെ നടന്നത്. ഇനി ഞാനിങ്ങനെ ചിന്തിക്കലാന്ന്, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവും. ബർത്ത്ഡേ വിചാരിക്കും ഇങ്ങനെ ഏജ് കൂടിക്കൂടി വരത്തല്ലേ, നമ്മളെ ബാല്യകാലമൊക്കെ കഴിഞ്ഞ് പോക്കല്ലേന്ന് കേട്ടോ. അപ്പോൾ ഈ ബർത്ത്ഡേ ചെയ്യുന്നതിന് നമ്മൾ ഓരോ വയസ്സ് ഇങ്ങനെ കുറഞ്ഞ് വരത്തല്ലേ എന്ന് വിചാരിക്കുമ്പോൾ അതും സങ്കടമുണ്ട്. അങ്ങനെ ആഘോഷമൊന്നും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുറച്ച് കുഞ്ഞി ആഘോഷം അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പാണ് ഈ ഹാമ്പർ, പിന്നെ സർപ്രൈസ് ഗിഫ്റ്റ്, അങ്ങനെ ഒക്കെ ഇപ്പാണ് കേട്ടോ. കുറേ അധികമായിട്ടുള്ള ഇപ്പോൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, സർപ്രൈസസ്, അങ്ങനെ പലതും ഇപ്പം കൂടുതലാണ് ഗായ്സ്. ഈ കേക്ക് കട്ട് ചെയ്താൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്താ അറിയുമോ നിങ്ങൾക്ക്? ആരെ വായിൽ ഇപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അതെനിക്കൊരു ഭയങ്കരമായ ഒരു കൺഫ്യൂഷനാണ്. കേക്ക് കട്ട് ചെയ്തിട്ടാകുമ്പോൾ എല്ലാ കൊല്ലവും ഞാൻ വിചാരിക്കും ഇത് ആരോ വായില ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോയിട്ടോ. എന്താ ഫുഡ് കഴിച്ചാൽ എപ്പോഴും മന്തി ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തു. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ച് ഫ്രൈഡ് റൈസ് ആക്കാമെന്ന്. ഫ്രൈഡ് റൈസ് വല്ലപ്പോഴേ ആക്കലുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ആക്കിട്ടോ. ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ചില്ലിയും ആയിരുന്നു കേട്ടോ. മയണൈസ് സോസ് കെച്ചപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിൽ ഐഷു, അമ്നു, അപ്പു, റഷ്തു, മമ്മു അവരെല്ലാവരും ഇരുന്നു. പിന്നെ ഞാൻ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനും കൂടി പോയിട്ടോ. അതിലുണ്ടായിരുന്നത് എൻ്റെ ഒരു കോഡ് സെറ്റും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ആയിരുന്നു കേട്ടോ. പിന്നെ ആ ബൊക്കയിലുണ്ടായിരുന്നത് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ 2-3 ഹെയർ ആക്സസറീസൊക്കെ ആയിരുന്നു. പിന്നെ ബ്രേസ്ലെറ്റ്, പിന്നെ ചെരുപ്പ്, ഡ്രസ്സ് തന്നെ, അങ്ങനെ എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരുടെ ബർത്ത്ഡേക്കും കൊടുത്തിട്ട് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്താ വെച്ചാൽ എല്ലാവരുടെ ബർത്ത്ഡേയും ഓർമ്മിച്ച് വെച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കട്ടെ ഗിഫ്റ്റ്സ്. അപ്പോൾ അതുപോലെ എനിക്കും എല്ലാവരും തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും സർപ്രൈസ് ആവുന്ന കാണാൻ. എല്ലാവർക്കും എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക്സ്. അതുകൂടാതെ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. വളരെയധികം സന്തോഷം എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ്സൊക്കെ തന്ന്. പിന്നെ വിഷസ് അറിയിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഈ ഗിഫ്റ്റ്സ് തരുന്നതിലും വിഷസ് അറിയിച്ചാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.